പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണ അതിന് കിട്ടിയോ? ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ. അത് മാത്രമല്ല, കേരളമല്ലേ ഇത്. കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ്, കേരളത്തിലുള്ളതെന്തിനേയും പോവുകയുള്ളൂ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ. മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന 3 മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചത്. ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര? നോട്ടൊക്കെ കിട്ടിയ അത്ര വോട്ടില്ല. ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി? വളരെ കുറച്ച്, നാമമാത്രമായ വോട്ട്. ഇതാണ് ഇവരൊക്കെ പിന്തുണ. ഇവരങ്ങോട്ട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി കുലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ. അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി. ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി. ചില പ്രസ്താവനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലെറ്റ്സ് വി ടോക്ക് ദി ബെറ്റർ. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. കാരണം അത് ഒരു ചലനവുമില്ല, ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ്. അത്ര അതായത് ചർച്ച ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ മുഖ്യ മാധ്യമങ്ങളും ബാക്കിയുള്ളവരൊക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ലെറ്റ്സ് വി ടോക്ക് ദി ബെറ്റർ. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. ഇതാരെങ്കിലുമൊക്കെ പോകുമല്ലോ. കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും. സ്വാഭാവികമാണ്. ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ഞാനൊരു ന്യൂസ് വാലി കിട്ടും. അത് വേണ്ട. അല്ലാതെ തന്നെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത്ര വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും. അതിന് പ്രത്യേകമായി ഞാനിപ്പോൾ ഇറങ്ങി പുറപ്പെടും. ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട്, അതിന് ഡൽഹി പോവാണ് ഇപ്പോൾ. ഡൽഹിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ കേസ് ചർച്ച ചെയ്യുകയും നാളെ തന്നെ പിന്നെ അത് സംബന്ധിച്ച് ഫയൽ ചെയ്യുകയും ചെയ്യും. പ്രസിഡന്റിൻ്റെ അസെൻ്റ് എന്ന് കിട്ടി. അതുകൊണ്ട് ഈ പ്രസ്താവന സമൂഹം മൊത്തത്തിലങ്ങ് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അതിന് നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ക്രിസ്ത്യൻ സഭാ റാലിയൊക്കെ നടന്നു. അത് ചില പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ടി രൂപീകരിക്കേണ്ട അവസ്ഥകളൊക്കെ പറഞ്ഞു. ഇനിയും സംസാരം അവരുമായിട്ടൊക്കെ ഇനിയും സംസാരം തുടരും. അല്ല, ഇത് ജനാധിപത്യ പിന്നെ സംവിധാനമല്ലേ. ഇവിടെ അവർ മുമ്പും മലയോര മേഖലയിലെ പ്രശ്നം വന്നപ്പോൾ അവർ പിന്നെ റാലി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ, ഈ പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, അതിനെതിരായി അവർ റാലി നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി പ്രകടനം നടത്തുന്നതിലും മീറ്റിംഗ് നടത്തുന്നതിലും കുഴപ്പമൊന്നുമില്ല. ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങളും പോകുമായിരുന്നു. അപ്പോൾ അത് ആ കാലാകാലങ്ങളിൽ അവർ നടത്തുന്നത് തന്നെയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് UDF ആണെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ മലയോര മേഖലയിൽ ഇന്നുളവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് അജണ്ട, ആ പ്രശ്നം ഉണ്ടാവുന്നല്ല പറയുന്നത്, പരിഹാരത്തിന് ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക.